സൺസ്ക്രീൻസ് രണ്ട് തരമാണ് യൂഷ്വലി അവൈലബിൾ ആയിട്ടുള്ളത്. ഫിസിക്കൽ അല്ലെങ്കിൽ മിനറൽ സൺസ്ക്രീൻസ്, പിന്നെ കെമിക്കൽ സൺസ്ക്രീൻസ്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്തൊക്കെയാണ്, ഇത് എങ്ങനെയാണ് ലേബിൾ നോക്കി ഐഡന്റിഫൈ ചെയ്യുക എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. ഫിസിക്കൽ സൺസ്ക്രീൻസിന്റെ യൂഷ്വലി ഉണ്ടാവുന്ന കണ്ടന്റ് ആണ് സിങ്ക് ഓക്സൈഡ്, ടൈറ്റാനിയം ഡയോക്സൈഡ്. അത് സ്കിന്നിന്റെ സർഫസിൽ നിന്നിട്ട് UV ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്തിട്ടാണ് സ്കിന്നിനെ സണ്ണിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെൻസിറ്റീവ് സ്കിന്ന്, ചെറിയ കുട്ടികൾ, പ്രഗ്നൻസി, അങ്ങനെ ഒരുമാതിരി എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൺസ്ക്രീൻ ആണ്. അതേപോലെ അപ്ലൈ ചെയ്തതിൻ്റെ ഏകദേശം ഇമീഡിയറ്റ്ലി അതിൻ്റെ ആക്ഷൻ തുടങ്ങുകയും ചെയ്യും. പക്ഷെ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാക്കും ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ. അൺലെസ് ഇറ്റ് ഇസ് മാറ്റ് ഫിനിഷോ അല്ലെങ്കിൽ ടിൻറ്റഡോ അല്ലെങ്കിൽ ഒരു വൈറ്റ് കാസ്റ്റ്, ഒരു വെള്ള നിറം, നമ്മളെന്തോ പൂശിയ പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാക്കും ഈ ടൈപ്പ് സൺസ്ക്രീൻ യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ഉള്ളത് കെമിക്കൽ സൺസ്ക്രീൻസ്. ഇതിൽ സാധാരണ ഉണ്ടാവുന്ന കണ്ടന്റ്സ് അവോബെൻസോൺ, ഓക്സിബെൻസോൺ, ഓക്ടിനോക്സൈറ്റ്, ടിനോസോർബ് എന്നൊക്കെ പറയുന്ന കണ്ടന്റ്സ് ആണ് ഇതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇത് UV ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ടാണ് നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂഷ്വലി വളരെ ലൈറ്റ് വെയിറ്റ് ആയിരിക്കും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫിനിഷ് ഉണ്ടാവും. മറ്റേ ഫിസിക്കൽ സൺസ്ക്രീൻ പോലത്തെ ഒരു വൈറ്റ് കാസ്റ്റ് ഉണ്ടാവില്ല. ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന കെമിക്കൽസിനോട് ചിലപ്പം അലർജിക് റിയാക്ഷൻസ് ഉണ്ടാവാം. അതേപോലെ അപ്ലൈ ചെയ്തിട്ട് ഒരു 20 to 30 minutes കഴിഞ്ഞിട്ട് ഇത് ആക്ട് ചെയ്യാൻ തുടങ്ങുള്ളൂ. സോ നിങ്ങളുടെ ഫേവറേറ്റ് പ്രിഫറൻസ് എന്താണ്? ഫിസിക്കൽ സൺസ്ക്രീൻസ് ആണോ കെമിക്കൽ സൺസ്ക്രീൻസ് ആണോ? താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക.